അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. നല്ല വചനത്തിനായി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, ശക്തിയോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ. പ്രിയരെ, നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം കരുണയും ദൈവിക ന്യായവിധിയും തമ്മിൽ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ നിറഞ്ഞ അധ്യായമാണ്. അതിനകത്ത് ആഴമായി തൻ്റെ പ്രവചനാത്മാവിൽ നഹൂം പ്രവാചകൻ പറയുന്നൊരു പദമാണ് നാം അടർത്തിയെടുത്തത്. യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു, തന്നെ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നമ്മൾ വെളിപ്പെടുന്ന ചില കഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആരാലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് നാം ചിന്തിക്കുന്ന ചില പ്രയാസങ്ങളുടെ നടുവിൽ നമ്മുടെ ദൈവം അത് പരിഹരിക്കാൻ ശക്തനാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ കഷ്ടതകളായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് കാലഘട്ടങ്ങൾ, കഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഭാരങ്ങൾ വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ അടുക്കലിരിക്കുന്ന വ്യക്തി അനുഭവിക്കുന്ന വേദനയായിരിക്കില്ല നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ ആരനുഭവിക്കുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും മറുപടി നമ്മുടെ കർത്താവിൻ്റെ കരത്തിലുണ്ട്. ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 പദങ്ങൾ മാത്രം നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജൂലൈ മാസം എന്നോട് ദൈവാത്മാവ് കൈമാറിയൊരു ദൂത് മാത്രമാണ്. ഞാൻ ആത്മനിറവിൽ ഇവിടെ നിന്ന് പ്രവചിക്കുകയാണ്. സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് സ്വീകരിക്കാം. ലോകരാജ്യങ്ങളിൽ എന്നെ ശ്രമിക്കുന്നവർ ഈ പകൽ നിങ്ങൾക്ക് ഈ ദൂത് ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ജൂലൈ മാസത്തിൽ ഈ ദൂത് നിറവേറുക തന്നെ ചെയ്യും. എന്നോട് ദൈവാത്മാവിൻ്റെ പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വന്ന് സംസാരിച്ചൊരു ദൂതുണ്ട്. എന്നെ ശരണമാക്കാൻ ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ കഷ്ടങ്ങളെ മാറ്റാൻ ഞാൻ ശക്തനാണ്. 2025 7-ാമത്തെ മാസത്തിൽ ആത്മനിറവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ചില കഷ്ടങ്ങൾ എൻ്റെ ദൈവം ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പോകുകയാണ്. ചില ആകുലതകൾ നിന്റെ കൂടാരത്തിനകത്തുനിന്ന് എൻ്റെ ദൈവം വഴി മാറ്റാൻ പോകുകയാണ്. ഇതുവരെയും ആർക്കും പരിഹരിക്കാൻ കഴിയില്ലെന്ന് നീ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഈ പകൽക്കാലം ആഴമായി വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. In the name of Jesus. വർഷങ്ങളായി പഴക്കമുള്ള ചില കഷ്ടതയുടെ ആഴങ്ങൾക്കകത്ത് എൻ്റെ ദൈവം ഇറങ്ങുന്ന പകലാണ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന പകലാണ്. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന പകലാണ്. വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ പകൽക്കാലം ആത്മാവിൽ ദൈവത്തെ സ്വീകരിച്ചു, ദൈവാത്മാവിൻ്റെ വചനത്തെ അതുപോലെ വിശ്വസിച്ചു. നിന്റെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ആര് പറഞ്ഞു എന്നതല്ല വിഷയം, ആരതിൻ്റെ മടുവിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് വിഷയം. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ഈ പകൽക്കാലം വർഷങ്ങൾ പഴക്കമുള്ള ചില കഷ്ടതകൾക്ക് മറുപടി എൻ്റെ ദൈവം ചലിച്ചിറങ്ങാൻ പോകുകയാണ്. ഈ പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ഇന്നിൻ്റെ സാഹചര്യം എത്ര ഭയാനകമാണെങ്കിലും, ഇതിൻ്റെ സാഹചര്യം എത്ര കണ്ണുനീരിൻ്റെ താഴ്വരകൾ നിറഞ്ഞതാണെങ്കിലും ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാ. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞ എൻ്റെ ദൈവത്തെ ശരണമാക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞ അതാർക്കും തടുക്കാൻ കഴിയില്ല, അതാർക്കും നിർത്തിവെക്കാൻ കഴിയില്ല. ഈ 2025 ജൂലൈ മാസം എൻ്റെ ദൈവം ചിലർക്ക് വേണ്ടി എഴുന്നള്ളി വരികയാണ്. ചിലരുടെ വിഷയങ്ങൾക്കകത്ത്, ചിലരുടെ ഉപജീവനത്തിനകത്ത്, ചിലരുടെ ഭാവിക്കകത്ത്, ചിലരുടെ വിദ്യാഭ്യാസത്തിനകത്ത്, ചിലരുടെ കുടുംബ തകർച്ചകൾക്കകത്ത്, ചിലരുടെ തലമുറയുടെ ഭാവിക്കകത്ത്, ചിലരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലകൾക്കകത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ വിശ്വസിക്കും
വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തെ കരമടിച്ച് വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് ലൈവിലൂടെ എന്നെ കാണുന്നവർ നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന വല്ല വിഷയം ഈ പകൽ ദൈവത്തോട് ഹൃദയം തുറന്നു പറ. ഞാൻ മനുഷ്യനെ ശരണമാക്കുന്നില്ല, ഞാൻ ലോകത്തിലെ ഒരു വ്യക്തിയും ശരണമാക്കുന്നില്ല, ഞാൻ എൻ്റെ ദൈവത്തെ ശരണമാക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തെ ശരണമാക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ പകൽക്കാല ചലിപ്പാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ കരമടിച്ച്. അന്തരീക്ഷങ്ങൾ മാറുന്നു, അന്തരീക്ഷങ്ങൾ മാറുന്നു. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവ പ്രവൃത്തിയുടെ അന്തരീക്ഷങ്ങൾ വെളിപ്പെടുന്നു. ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നിടത്ത് ദൈവത്തിന്റെ തലങ്ങൾ വെളിപ്പെടുകയാണ്. ഈ പകൽ വിശ്വസിക്കുക. എൻ്റെ ദൈവം നിന്നെ കണ്ടതുകൊണ്ട് ഈ പകൽ ഇതിനകത്ത് വന്നിരുന്നത്. എത്രയോ തടസ്സങ്ങൾ ഉണ്ടായിട്ട്, എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായിട്ട്, ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ജീവിതത്തെ തകർത്ത് കളയുന്ന പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചിട്ട് ഈ പ്രഭാതത്തിനകത്ത് ഇതിനകത്ത് വന്നിരുന്ന ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പകൽ വിശ്വസിക്ക്. എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ആഴമായൊരു പദ്ധതിയുണ്ട്. ഓ കരമടിച്ചു വായ്കളെ തുറന്ന് ഈ പകൽക്കാലം പറയാൻ കഴിയുമോ? ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ശരണം പ്രാപിക്കുമ്പോൾ അവരാശ്രയം വയ്ക്കുമ്പോ ഞാൻ ഇന്ന് പകൽക്കാലം കുതിരകളിലും രഥങ്ങളിലുമല്ല എൻ്റെ ആശ്രയം. എൻ്റെ ആശ്രയം ദി ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവയിൽ. അങ്ങനെയൊന്ന് പറഞ്ഞാട്ട് ദി ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവയിൽ ഈ പകൽ ഞാൻ ആശ്രയം വയ്ക്കുകയാണ്. എൻ്റെ ആശ്രയം എൻ്റെ മമ്മയല്ല, എൻ്റെ ആശ്രയം എൻ്റെ അപ്പയല്ല, എൻ്റെ ആശ്രയം എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ ആശ്രയം എൻ്റെ കൂടപ്പിറപ്പുകളല്ല, എൻ്റെ ആശ്രയം എൻ്റെ ദൈവമാണ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ നീ ആശ്രയിക്കുന്ന ആ ദൈവം നിന്റെ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരാൻ ശക്തനാണ്. ഈ പകൽ പ്രിയരെ, ജൂൺ മാസം വരെ, ഇന്നലെ വരെ എങ്ങനെയെന്നല്ല, ഈ പകൽക്കാലം നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ആശ്രയം വെച്ചാൽ, ഒരു പദം കയറി പറഞ്ഞാൽ ദൈവത്തിൽ ശരണമാക്കിയാൽ, ആശ്രയിക്കുന്നതിൻ്റെ വേറൊരു പദമാ ശരണമാക്കുക. ഹല്ലേലൂയ. ഒരിടത്ത് ആശ്രയിച്ചിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ വേറൊരാളെ ആശ്രയിക്കും. ഒരിടത്ത് വിടുതൽ കിട്ടിയില്ലെങ്കിൽ വേറൊരിടത്ത് ആശ്രയിക്കും. ഒരു വ്യക്തി സഹായിച്ചില്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ആശ്രയിക്കും. പക്ഷെ ശരണമാക്കുക എന്ന് പറഞ്ഞാൽ, ശരണമാക്കുക എന്ന് പറഞ്ഞാൽ, യാക്കോബ് ദൈവത്തോടും ദൈവം യാക്കോബോടും മല്ല് പിടിച്ചപ്പോൾ ദൈവം പറയുക, യാക്കോബ് നീ എന്നെ വിട്. യാക്കോബ് പറയുന്നൊരു പദമുണ്ട്, നീ എന്നെ വിടുവിച്ചിട്ടല്ലാതെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. അർത്ഥം ഇത്രയുള്ളൂ, എൻ്റെ കഷ്ടതയെ നീ മാറ്റി. ദൈവത്തെ മാത്രം. അതിൻ്റെ മുൻപിൽ മനുഷ്യരില്ല, അതിൻ്റെ മുൻപിൽ കൂട്ടുകാരില്ല, അതിൻ്റെ മുൻപിൽ വ്യക്തികളില്ല. The Lord alone. ഈ പകൽ വിശ്വസിക്ക്, ദൈവത്തെ മാത്രം. പല സാധ്യതകൾ ഉണ്ടായിരുന്നിരിക്കുക, പല വ്യക്തികളും നിന്റെ മുൻപിൽ ഉണ്ടായിരുന്നിരിക്കുക. പക്ഷെ അവരെയൊന്നും ശരണമാക്കാതെ നിന്റെ ശരണം ദൈവമെന്ന് നീ പറയുക.
അന്തരീക്ഷങ്ങൾ മാറുന്നു കേട്ടോ, അന്തരീക്ഷങ്ങൾ മാറുന്നു. എന്നറിയില്ല, വലിയ വിടുതലിന്റെ ചലനങ്ങൾ ലോക രാജ്യങ്ങൾക്കപ്പുറം, പട്ടണങ്ങൾക്കപ്പുറം എൻ്റെ ദൈവം ചിലത് ചെയ്യുകയാണ്. ഇതുവരെയും വെളിപ്പെടാത്ത ചില ദൈവമകത്ത്, ഇതുവരെയും വെളിപ്പെടാത്ത ചില ദൈവമകത്ത്, കടലിൻ്റെ ആഴത്തട്ടിലുള്ള ചില നന്മകളെ എൻ്റെ ദൈവം ഈ പകൽ നിന്റെ കരത്തിൽ കൊണ്ടുവരാൻ പോകുകയാ. ഇന്ന് പകൽ വിശ്വസിക്ക്, ഇന്ന് പകൽ വിശ്വസിക്ക്. നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്താൽ മതി. ഈ പകൽക്കാല കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില കൂട്ടനിധികളെ ഈ പകൽ എൻ്റെ ദൈവം നിന്റെ കരത്തിൽ കൊണ്ടു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരണമാക്കുക എന്ന് പറഞ്ഞാൽ അവനെ മാത്രം നമ്മൾ വഴികൾ തുറക്കാൻ മനുഷ്യരെ ആശ്രയിക്കാറുണ്ട്, മനുഷ്യരുടെ മുഖം നോക്കാറുണ്ട്. അവരെനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ, അവരെനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിന് വേണ്ടി അവരൊന്ന് കൈത്താങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷെ ശരണമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ മാത്രം ആശ്രയിക്കാം. ഒരു വ്യക്തിയിൽ മാത്രം ആശ്രയിക്കുക. ഈ പകൽക്കാലം മാനുഷികമായ ആശ്രയങ്ങൾ മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽ ദൈവത്തെ മാത്രം നീ ശരണമാക്കിയാൽ ഒരു പകൽ ഒരു ദൂത് ഞാൻ കൈമാറാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോടടുത്തു വരത്തില്ല. കാരണം നീ ശരണമാക്കിയവൻ നിന്നെ ഏതു കഷ്ടതയ്ക്കകത്തും വിടിവിപ്പാ എൻ്റെ ദൈവം ശക്തനാണ്. ഒരു പദം ഞാൻ കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയാം. ദൈവത്തെ നാം ശരണമാക്കിയാൽ, കഷ്ടദിവസത്തിൽ ശരണമായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിനകത്തൊരു ശരണമാക്കിയാൽ, അവനെ ഒരു മറവിടമാക്കിയാൽ, അവനെ ഒരു പരിചയാക്കിയാൽ, ഇതൊക്കെയാണ് സങ്കീർത്തനങ്ങളിലുള്ള അതിൻ്റെ വ്യത്യസ്തമായ പദങ്ങൾ. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവനിൽ ആശ്രയം വച്ചാൽ, അവനെ ശരണമാക്കി കഴിഞ്ഞാൽ ഒരു ദൂത് ഞാൻ പറയാ, യഹോവ നല്ലവനെന്ന് നിനക്കറിയാൻ കഴിയും. നഹൂം പറയുക, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാണ്. ദൈവം കഷ്ട ദിവസത്തിൽ നല്ലവനെന്ന് തെളിയിക്കുന്ന ദൈവമാണ്. അമ്മേ, ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന കഷ്ടതയെ പരിഹരിക്കുന്നത് ദൈവം വ്യത്യസ്തമായ നിലവാരത്തിലാണ്. ആ ദൂത് മാത്രം ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കഷ്ടത്തിൽ ദൈവം ശരണമായാൽ, യഹോവ നല്ലവനെന്ന് നീ തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തെ തെളിയിക്കണമെങ്കിൽ 3 തരത്തിലാണ് ദൈവജനത്തിൻ്റെ കഷ്ടതകളെ ദൈവം പരിഹരിക്കുന്നത്. അമ്മേ, അത് 3 വേഗത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതകൾ വ്യത്യസ്തമാണ്, കഷ്ടതകൾ വ്യത്യസ്തമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയായിരിക്കില്ല വേറൊരു വ്യക്തി അനുഭവിക്കുന്ന കഷ്ടത. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് 3 തരത്തിലാണ്, 3 തരത്തിലാണ്. ഈ പകൽക്കാലം 3 വേണമെങ്കിൽ പിടിച്ചോ, ഇല്ലെങ്കിൽ 1 മതിയെങ്കിൽ 1 പിടിച്ചോ. ആമേൻ. ഇന്ന് പകൽക്കാലം അതുപോലെ ഈ ജൂലൈ മാസത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വചനം പറയുന്നു, മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്ന് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി ദമസ്കോസിന്റെ പടിവാതിക്കലെത്തിയപ്പോൾ സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ദൈവം ഇറങ്ങി വന്നു. ശൗലിനോട് ചോദിച്ചു, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത്? അവിടെയൊക്കെ നിന്ന് പ്രസംഗിക്കണ സമയമില്ല. നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ശൗൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ആര്? അപ്പോൾ ദൈവം പറയുന്ന മറുപടി, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെ. അമ്മേ,
ക്ഷണത്തിൽ ശൗൽ നിലത്തു വീണു. അവന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി. അവനെ ദൈവം, അല്ലെങ്കിൽ അവൻ നേർവീതി എന്ന സ്ഥലത്തിൽ ഒരു ഭവനത്തിനകത്ത് നീണ്ട ദിവസങ്ങളായിരിക്കുകയാണ്. ഏകദേശം 3 ദിനരാത്രങ്ങളായി കണ്ണ് കാണാൻ കഴിയാതെ ശൗൽ ഒരു കഷ്ടതയുടെ ആഴത്തിനകത്ത് നേർവീതി എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു ഭവനത്തിന്റെ ഏതോ റൂമിനകത്തിരിക്കുകയാണ്. ഈ പകൽക്കാലം ഈ സന്ദേശം കൈമാറുമ്പോഴും ജീവിതത്തിന്റെ എവിടെയൊക്കെ വന്നുപോയ ഏതോ വീഴ്ചകൾ കാരണം, ഏതൊക്കെ തെറ്റുകൾ കാരണം ആമേൻ പുറത്തിറങ്ങാൻ കഴിയാതെ, ആമേൻ ആരെയും ആശ്രയം വയ്ക്കാൻ കഴിയാതെ, ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന കുടുംബക്കാർ വിട്ടു, ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ കൈയൊഴിഞ്ഞു, ഇന്ന് പകൽക്കാലം ആരും സഹായിക്കാനില്ലാതെ ഏതെങ്കിലും മുറിക്കകത്തൊതുങ്ങി കണ്ണുനീരോടെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ എവിടെ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും നിന്റെ കഷ്ടത എത്ര വലിപ്പമുള്ളതാണെങ്കിലും അതിന്റെ നടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഉയർത്തുന്നത്. പ്രിയരേ, ശൗലിന്റെ അടുക്കൽ സമ്മതപത്രം വാങ്ങാൻ പോകാൻ എല്ലാവരും ഉണ്ടായിരുന്നു. കൂടെ യെരൂശലേമിൽ പാർക്കുന്ന വിശുദ്ധന്മാരെ തകർത്ത് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പേരുണ്ടായിരുന്നു. പക്ഷേ ശൗല് വീണെന്നറിഞ്ഞപ്പോ ഇവരെല്ലാം അവിടെ പൊടിയും തട്ടി വീട്ടിൽ പോയി. ഈ പകൽക്കാലം പണമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, പദവിയുള്ളപ്പോൾ, ശുശ്രൂഷയുള്ളപ്പോൾ, നിന്റെ കയ്യിൽ നന്മയുണ്ടെന്നറിയുമ്പോ, നിന്റെ കയ്യിൽ അനുഗ്രഹമുണ്ടെന്നറിയുമ്പോ ഈച്ച പൊതിയുന്നത് പോലെ പൊതിയ ആയിരക്കണക്കിന് പേർ നിന്റെ കൂടെ കാണും. പക്ഷേ നീ വീണെന്നറിഞ്ഞു കഴിഞ്ഞ, നീ ഒന്ന് തകർന്നെന്നറിഞ്ഞു കഴിഞ്ഞ, നിന്റെ കുടുംബം ഒന്ന് ഉടഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞ, നിന്റെ തലമുറ ഒന്ന് തകർന്നെന്നറിഞ്ഞു കഴിഞ്ഞ, ഒരു നല്ല വാക്കു പറയാ ഉലകത്തിൽ ആരും കാണത്തില്ല കേട്ടോ. പക്ഷേ ആ കഷ്ടതയ്ക്കകത്തും ശൗലേ ഇറങ്ങി വരാ കഴിയുന്നൊരു ദൈവമാണ് ഞാൻ ഈ പകൽക്കാലം പ്രസംഗിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം മനുഷ്യരെല്ലാം അങ്ങനെയാ. നിന്റെ നല്ല കാലത്തു മാത്രം മനുഷ്യർ നിന്നെ ചേർത്ത് നിർത്തുമ്പോ ഈ പകൽക്കാലം എനിക്കൊരു ദൈവത്തെ അറിയോ. അവൻ കഷ്ട ദിവസത്തിൽ ശരണമായ ദൈവമാണ്. അവനെ ആശ്രയിക്കുന്നവര് അവൻ അറിയുന്ന ദൈവമാണ്. എത്ര പേർ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്? പ്രിയരെ, എത്ര വളർത്തി വലുതാക്കിയാലും തലമുറകൾ ഒരു പരിധി വരെ, എത്ര ചേർത്ത് നിർത്തിയാലും കുടുംബം ഒരു പരിധി വരെ, ആരെല്ലാം കൂടെ കാണുമെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ. ശൗലിന് ജയ് വിളിച്ചവരൊന്നും വീണപ്പോൾ ജയ് വിളിച്ചവരൊന്നുമില്ല. അല്ലോ, നീ സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങടാന്ന് പറഞ്ഞവരൊന്നും വീണപ്പോൾ ഇല്ല കേട്ടോ. ഈ പകൽക്കാലം ദൈവമുണ്ടെങ്കിലേ, ദൈവം തന്ന നന്മ കൂടെ ഉണ്ടെങ്കിലേ മനുഷ്യർക്ക് പോലും നിന്നെ മതി. നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ, നീ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ, അടുത്തിരുന്ന് കൈയടിക്കുന്ന വ്യക്തി പോലും പറയും അവൻ തകർന്നെന്ന്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വീണവൻ ഏതോ മുറിക്കകത്തൊതുങ്ങി കണ്ണുനീരോടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഒരു റൂമിനകത്തൊതുങ്ങിയിരിക്കുമ്പോൾ അവന്റെ കഷ്ടതയ്ക്കകത്ത് ദൈവം പ്രവർത്തിച്ചത് കേൾക്കണോ? അനന്യാസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ കൂടാരത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് അനന്യാസിനോട് വെളിപ്പാടിൽ പറയുക, അനന്യാസേ, ഇന്ന സ്ഥലത്തൊരുവൻ ഇരിപ്പുണ്ട്, നീ അവിടെ പോകണ, അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണ, അവന്റെ വിടുതൽ ഏറ്റവും ആവശ്യമാണ്. കാരണം അവൻ തകർന്നവനല്ലോ. ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. ഇന്ന് പകൽ എൻ്റെ കൈവ് കഷ്ടതയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ രീതി, നിനക്ക്
വേണ്ടി ചില മനുഷ്യരെ എഴുന്നേൽപ്പിക്കൂ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയോ നീ പോലും ചിന്തിക്കാത്ത നിന്റെ ബുദ്ധിക്ക് അതീതമായ ചില വ്യക്തികളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കൂ. പിടിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ പിടിക്കുക. തകർന്നു പോയ നിന്റെ കൂടാരത്തെ തേടി ചില വ്യക്തികൾ കടന്നു വരും. ആമേ പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കൂടപ്പിറപ്പേ, നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുക. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തെ കരമടിച്ചു സ്തുതിക്കുക. ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യക്തികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ ആലയത്തെ തേടി വരാൻ പോകുക, ശുശ്രൂഷകന്മാരെ തേടി വരാൻ പോകുക. ഈ ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, ദൈവദാസനെ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ദൈവ ചില അനന്യാസുമാരെ ഈ പകൽ ഒരു ദൂത് കയറി പറയാ. നിന്റെ അഡ്രസ് കൊടുത്ത് അയക്കുന്ന പകല ഈ പകൽ. വൈഡാബാല ഹർത്താരാധന വൈഡബലം. പ്രിയരെ, കണ്ണ് കാഴ്ചയില്ല, ഒരു മുറിയിൽ ഒതുങ്ങിയിരിക്കുക. 3 ദിനരാത്രങ്ങളായി ആഹാരം കഴിച്ചിട്ട് വീണവനെ തേടി ആരും വന്നില്ല. പക്ഷെ വീണവന് വേണ്ടി എൻ്റെ ദൈവം അനന്യാസിന്റെ ഭവനത്തിൽ ഇറങ്ങി. ഈ പകൽ കഷ്ടതയിൽ കരയുന്നവരുണ്ടോ? ഈ പകൽ നീ ഇരിക്കുന്ന ഇടത്തല്ല, നിന്റെ വിടുതൽ എവിടെ കിടക്കുന്നു അവിടെ ദൈവ പ്രവൃത്തി ഇറങ്ങും. ചില വ്യക്തികളോട് ഈ പകൽ ശക്തമായി ഇടപെടും. ചില വ്യക്തികളോട് ദൈവ ശക്തമായി ഈ പകൽ ഇടപെടും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്രഹിക്കുമെന്ന് അറിയില്ല. പക്ഷെ വേണമെന്നുള്ളവർ, ഗ്രഹിക്കുമെന്നുള്ളവർ പിടിച്ചോ. അനന്യാസിനോട് ചുമ്മാ ഇറങ്ങി വന്ന് ദൂതല്ല പറഞ്ഞേ. അനന്യാസിനോട് പറഞ്ഞു, നേർവീതി എന്ന സ്ഥലത്ത്, നേർവീതി എന്ന സ്ഥലത്ത് ഇന്ന ഭവനത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്, അവനെ നിനക്കു ആവശ്യമുണ്ട്. നിന്റെ പ്രാർത്ഥന അവൻ ആവശ്യമുണ്ട്. ഈ പകൽ ആത്മാവിൽ പ്രവചിക്കുക. അക്ഷരീരമായി ചില മനുഷ്യരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്റെ കഷ്ടതയ്ക്ക് മറുപടിയോ, നിന്റെ ജീവിതത്തിന് മറുപടിയോ. പ്രിയരെ, വചനം പറയുന്നു അനന്യാസ് നേർവീതി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ശൗലിനെ കണ്ടു. ശൗലിന്റെ കണ്ണിന്റെ മേൽ കൈവച്ചു. ക്ഷീണത്തിൽ ചെതുമ്പല് പോലെ താഴെ വീണു. ചെതുമ്പല് പോലെ താഴെ വീണു. അവന്റെ കണ്ണു തുറന്നു. അടുത്ത പദം, ശൗലേ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തൊരു പാത്രമാ. പ്രിയരെ, ഇന്ന് പകൽ വിശ്വസിക്ക. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ ഉപജീവനത്തിന് വേണ്ടി, നിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നീ ഇരിക്കുന്ന ഇടത്ത് വരും. നീ ഇരിക്കുന്ന ഇടത്ത് വരും. നീ ഇരിക്കുന്ന ഭവനത്തിനകത്ത് വരും. വിടുതൽ നീ ഇരിക്കുന്ന ഇടത്ത് വരും. ഇന്ന് പകൽ വിശ്വസിക്ക്. ചില പേപ്പർ വർക്കുകൾ നീ ഇരിക്കുന്ന ഇടത്ത്. ആത്മാവ് പ്രവചിക്കുക. ആത്മാവ് പ്രവചിക്കുക. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. പിടിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് പിടിച്ചോ. ഈ പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില ശക്തന്മാർ ഇരിക്കുന്ന ഇടത്ത് വെളിപ്പെടാൻ പോകുക. ഇരിക്കുന്ന ഇടത്ത് വെളിപ്പെടാൻ പോകുക.
ശരാബരാബ റീഖാബാര വൈഡബാരബല വല്ല ഗഡഗജരാര ശരാബരാര ഗൽഖബ. പ്രിയരേ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുക. പറക്കുന്നതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, വീട്ടിൽ പോയി ഒരപ്പവും ഉണ്ടാക്കി മകന് കൊടുത്തിട്ട് മരിക്കണം. കഷ്ടതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മരണമല്ലാതൊരു പോംവഴിയില്ല, മരണമല്ലാതെ ഇനി ഒരു വഴിയില്ല വാസ്ത്രേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ സഹായിക്കാൻ, നിന്റെ തലമുറയെ വളർത്താൻ, നിനക്ക് വേണ്ടി ഒന്ന് ചേർത്ത് നിർത്താൻ ആരുമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പകൽ ദൈവാത്മാവിന്റെ പ്രത്യേകത, നിന്റെ കഷ്ടതയുടെ ആഴമറിഞ്ഞാൽ ഏലിയാവിന്റെ അടുക്കൽ നിന്റെ അഡ്രസ് എത്തും. കെരീത്തിന്റെ തോട്ടിന്റെ അടുക്കൽ നിന്റെ അഡ്രസ് എത്തും. ഈ പകൽ ആത്മാവ് പ്രവചിക്കുക, ചിലവിൻ്റെ ആമേ നന്മ വറ്റിച്ചിട്ടാണേലും നിന്റെ അടുക്കൽ വിടുതലെത്തിക്കോ. ഈ പകൽ എന്നോട് ദൈവാത്മാവ് പറയുക, ചില കുടുംബത്തിനകത്തുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റാ എന്റെ ദൈവ ചില ഏലിയാവുമാർ എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ വൈഡബാല ഹർഷബാല റിബരാധ റിഖമാന വൈഡമാന ചീരബാല വൈഡബാല. ഞെരുക്കമാ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഞെരുക്കമാ, സാമ്പത്തിക ഞെരുക്കമാ. ലോണുകൾ ഒത്തിരിയുണ്ട് ദൈവദാസനെ. എനിക്ക് മരണമല്ലാതെ വേറൊരു വഴിയില്ല. എൻ്റെ മുൻപിൽ വാതിലുകളെല്ലാം അടഞ്ഞു, ഉപജീവനം അടഞ്ഞു, ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു ഈ ശബ്ദം കേൾക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, ഈ പകൽ എന്നോട് ദൈവം പറയുക, അഡ്രസ് കൊടുത്ത് ചില ഏലിയാവുമാര് നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. ഈ പകൽ എന്നോട് ദൈവം പറയുന്നു, ശുശ്രൂഷയ്ക്കകത്ത് ആളുകളായി ഞെരുക്കം അനുഭവിച്ചിട്ട്, ആളുകളായി വേദന അനുഭവിച്ചിട്ട്, ഇന്ന് പകൽ ജീവിതത്തിനകത്ത് ആളുകളായി ഞെരുക്കം അനുഭവിച്ചിട്ട് പിടിച്ചു നിന്ന് ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, എന്നോട് ദൈവം പറയുക, കുഞ്ഞേ നിന്റെ വീട് തേടി ചില വ്യക്തികൾ വെളിപ്പെടാൻ പോകുക. അവർ നിന്റെ വീട്ടിന്റെ മുൻപിൽ കാല് ചവിട്ടുമ്പോ ഈ പകൽ ആത്മാവ് പ്രവചിക്കുക, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാത്തവണ്ണം ദൈവിക പ്രോസ്പെരിറ്റി നിന്നിൽ വെളിപ്പെടുകയോ. കരമടിച്ച് വായ്കളെ തുറന്ന് ഈ പകൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ലൈവിലൂടെ കാണുന്നവർ ഈ പകൽക്കാലം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. ഇതുവരെയും വെളിപ്പെടാത്ത ദൈവിക ചലനങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവാത്മാവ് കൈമാറുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കേണ്ട വ്യക്തി ഏത് പട്ടണത്തിലിരുന്നാൽ എൻ്റെ ദൈവം ഈ പകൽ ചിലവിനെ തൊടു ഇരിക്കുന്ന ഇടത്ത് ദൈവം ഇടപെടും. ഇരിക്കുന്ന ഇടത്ത് ശരബാല വൈഡബാല ഹർത്തബാല ശരാധരാരകൾ. ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവം ചില വ്യക്തികളുടെ ഹൃദയത്തോട് ഇടപെടാൻ പോവുക, ചില വ്യക്തികളോട് ഇടപെടാൻ പോവുക. ബുദ്ധി കൊണ്ട് പിടിക്കല്ലേ, നീ അളന്നു പിടിക്കരുത്. അളവില്ലാതെ ചില നന്മകൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകുക, നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെടാൻ പോകുക, നിന്റെ ശുശ്രൂഷക്കകത്ത് വെളിപ്പെടാൻ പോകുക. ഇതുവരെ കാണാത്ത ചില നന്മകൾ Radha
Sarabalo Juragachere Kamanabara Altaradara Taradara Vaina Salavaina Lekamera Taravara Arabalaga Sharaka Lokoro Turi Kabala Sharakare de la Chare de la Karamana Turika Vairamana Halkarada Ribara Chare de Lada Sarabaraba Sarabaraba Shabarabalagada എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില കൂടാരത്തിനകത്തുനിന്ന് മരണം മാറും, ചില കൂടാരത്തിനകത്തുനിന്ന് ക്ഷാമം മാറും. ചുറ്റുപാടുള്ളവർ ക്ഷാമത്തിലാണേലും നീ സമൃദ്ധിയിൽ ജീവിക്കും. എത്ര കൂടാരത്തിനകത്ത് ക്ഷാമമാണേലും നിന്റെ കൂടാരം സമൃദ്ധിയിൽ ജീവിക്കും. നിന്റെ തലമുറ സമൃദ്ധിയിൽ വളരും, നിന്റെ സഭ സമൃദ്ധിയിൽ വളരും, നിന്റെ ശുശ്രൂഷകന്മാർ സമൃദ്ധിയിൽ നിൽക്കും. ഓ റബലധരകൾ കബ, നിന്റെ തലമുറകൾ സമൃദ്ധിയിൽ. വ്യക്തമായി ദൈവം കാണിക്കുക. ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചില നന്മകൾ, ഒരിക്കലും നിന്നുപോകാത്ത ചില നന്മകൾ, ഒരിക്കലും വറ്റാത്ത നന്മകൾ എൻ്റെ ദൈവം ജൂലൈ മാസത്തിൽ നിനക്ക് വേണ്ടി തുറന്നു തരും. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറന്നു തരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്നു തരും. സഭയ്ക്ക് വേണ്ടി പകലിന്റെ ദൈവം തുറക്കും. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ പരിഹരിക്കാൻ തക്ക നിലവാരത്തിലുള്ള ചില നന്മയുടെ ആഴങ്ങളെ ഈ പകലിന്റെ ദൈവം തുറക്കും. പ്രിയരെ, ഒന്നാമത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി, കഷ്ടത്തിൽ ദൈവത്തെ ശരണമാക്കുന്നവർക്ക് യഹോവ നല്ലവനെന്ന് തെളിയിക്കുന്നത് കഷ്ടത്തിൽ നിന്നെ സഹായിക്കാൻ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. സമയമില്ല, ഒറ്റ വാക്കി പറഞ്ഞു പോവാം. മനുഷ്യരാൽ കഴിയാത്തത്, എല്ലാ വിഷയവും മനുഷ്യർ വിചാരിച്ച നടക്കില്ല. മനുഷ്യരാൽ കഴിയാത്ത വിഷയങ്ങളുണ്ട്. ഏലിയാവ് വന്ന മാറാത്ത വിഷയങ്ങളുണ്ട്. ഓ, അനന്യാസ് പോയാൽ മാറാത്ത വിഷയങ്ങളുണ്ട്. വചനം പറയുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് 12-ാം അധ്യായമാണെന്ന് തോന്നുന്നു, 12-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നു, പത്രോസിനെ കാരാഗ്രഹത്തിനകത്തടച്ചു. പത്രോസിന്റെ മുൻപിൽ 3 വാതിലുകൾ കൊട്ടിയടച്ചു. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ പത്രോസ് ഉറങ്ങുകയാണ്. പത്രോസ് ഉറങ്ങുകയാണ്. ആർക്കാ ഉറങ്ങാൻ കഴിയുന്നേ? ഞായറാഴ്ച പള്ളി വന്നിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല. ഹല്ലേലൂയ. അമ്മേ, കാരാഗ്രഹത്തിനകത്ത് ആർക്കാ ഉറങ്ങാൻ കഴിയുന്നേ? കൈകാലുകൾ ചങ്ങലയിലിട്ട് കാലാമത്തിനകത്ത് പൂട്ടിക്കിടക്കുമ്പോൾ ഭക്തൻ ഉറങ്ങുക. അവനറിയാം യഹോവ നല്ലവനാണ്. അവനറിയാം കഷ്ട ദിവസത്തിൽ അവൻ ശരണമാണ്. യാക്കോബിന്റെ തലവാൾ കൊണ്ടറുത്തു മാറ്റിയാലും യോഹന്നാന് കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വരാൻ കഴിഞ്ഞില്ലേലോ. ഞാൻ വിളിച്ച പ്രസംഗത്തിൽ സ്നാനപ്പെടുത്തിയ 3000-ത്തിനും 4000-ത്തിനും ഈ കാരാഗ്രഹത്തിനകത്ത് കയറാൻ കഴിഞ്ഞില്ലേലോ. എന്റെ ദൈവത്തിന് എനിക്ക് ശരണമാകാൻ കഴിയും. മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്ത കാരാഗ്രഹങ്ങളുണ്ട് കേട്ടോ, കഷ്ടതകളുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ കൂടപ്പിറപ്പേ, മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നിർത്ത്, എന്നിട്ട് ദൈവത്തിൽ ശരണമാക.
ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, കഷ്ടതയിൽ മനുഷ്യനിറങ്ങാൻ കഴിയാത്തെടുത്ത് അവൻ തന്റെ ദൂതനെ ഇറക്കും. സഭ ശ്രദ്ധയോടെ ഇവിടെ പ്രാർത്ഥിക്കുക. സഭയ്ക്ക് കാരാഗ്രഹത്തിൽ കയറാൻ കഴിയില്ല. നാം കാരാഗ്രഹത്തിൽ കയറാൻ നോക്കിയ നാളത്തെ പകൽ ഹെരോദാവ് ആമേ പത്രോസിനെ കൊല്ലുന്നത് പോലെ ദൈവസഭയും തകർത്തു കളയും. പക്ഷെ സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. സഭയ്ക്ക് വിഷയത്തിനകത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ, സഭയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിനക്ക് ആരാധിക്കാൻ കഴിയും, നിനക്ക് സ്തുതിക്കാൻ കഴിയും, നിനക്ക് ഇടിവിൽ നിൽക്കാൻ കഴിയും. പ്രിയരേ, വചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കഷ്ടതയിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ ഇറക്കി. ഈ പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോ ചില ആമത്തിൽ കിടക്കുന്ന, ആരാലും പരിഹരിക്കാൻ കഴിയാത്ത ചില ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ നാളെയല്ല, മറ്റന്നാളല്ല, right now in the name of Jesus, ഇപ്പോൾ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, ആരാധിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ ഇപ്പോൾ ദൂതൻ ഇറങ്ങും, ഇപ്പോൾ ദൂതൻ ഇറങ്ങുക, ഇപ്പോൾ ദൂതൻ ഇറങ്ങുക. ഇത് ദൈവിക ഏഞ്ചലിക് വിസിറ്റേഷന്റെ സമയം. വൈഡബാല ഹർത്തബാല വൈഡബാല, ആരും ബന്ധനം വഹിക്കണ്ട. ദൂതൻ ഇറങ്ങിയ കയ്യിലുള്ള കെട്ട് തനിയെ അടിയും, തനിയെ അഴിയും. ശാരാബാല വൈഡബാല, ഈ പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചു, ആരാധിക്കാൻ കഴിയുമെങ്കിൽ ദൂത് സ്വീകരിച്ചു. ആരും ഇറങ്ങണ്ട കൂടപ്പുറപ്പേ. ഇന്ന് പകൽ അടഞ്ഞുപോയ വാതിലുകൾ ആരും തുറക്കണ്ട. ദൂതൻ നിനക്ക് വേണ്ടി തുറക്ക. ഒന്നാം വാതില്, രണ്ടാം വാതില്, ആമേ ദേശത്തിന്റെ വാതില് ഇന്ന് പകൽ ദൂതൻ തുറക്ക. ആത്മാവ് സഭയോട് പ്രവചിക്കുക. ഈ പകൽ ഈ ദേശത്തിന്റെ വാതിൽ, തിരുവനന്തപുരം പട്ടണത്തിന്റെ വാതിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തുറക്കുക. അതാർക്കും അടക്കാൻ കഴിയില്ല. ഓ, അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് ദൈവസഭ ലിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ദൈവിക പ്രവൃത്തിയിലേക്ക് ഈ പകൽ ദൈവസഭ ലിഫ്റ്റ് ചെയ്യുക. അടഞ്ഞു കിടക്കുന്ന ഏതൊക്കെ ഉപജീവനത്തിന്റെ മേഖലകൾ എന്റെ ദൈവത്തിന്റെ ദൂതനിറങ്ങ്. കൂടപ്പുറപ്പേ, ഇന്ന് പകൽ നിന്റെ ആശുപത്രി വാർഡിൽ ദൈവത്തിന്റെ ദൂതനിറങ്ങ്. നിന്റെ ഭാവിക്കകത്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങ്. നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങ്. ശാരാബാല വൈഡാബാല, ഞാൻ വിശ്വാസത്തോടെ കൽപ്പിക്കുക, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പട്ടണങ്ങളുടെ വാതിലുകൾ, ഗ്രാമങ്ങളുടെ മാത്രമല്ല, പട്ടണങ്ങളുടെ, കോണ്ടിനെന്റുകളുടെ, രാജ്യങ്ങളുടെ വാതിലുകൾ ഈ പകൽ ദൂതൻ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ദൈവത്തിന്റെ ശക്തന്മാരായ ആമേ ദൂതന്മാർ ഈ പകൽ ദൈവസഭയ്ക്ക് വേണ്ടി ഈ പകൽ ഇറങ്ങട്ടെ. ആരാധിക്കുന്ന ദൈവജനത്തിനു വേണ്ടി, കരയുന്ന ദൈവജനത്തിനു വേണ്ടി, കഷ്ടതയിൽ നിലവിളിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ഈ പകൽ ദൂതൻ ഇറങ്ങട്ടെ. ആരിറങ്ങും പ്രിയരെ? ആരിറങ്ങും? ദൂതനിറങ്ങും. ദൂതനിറങ്ങും. ദൂതനിറങ്ങിയാൽ എത്ര വലിയ ഹെരോദാവിന്റെ ചങ്ങലയാണേലും, ഹെരോദാവിട്ട ആമമാണേലും പൊളിയും, പൊളിയും. ഈ പകലാത്മാവിലൊരു ദൂത് കൈമാറാം. ജൂലൈ മാസം അക്ഷരീരമായി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകും.
ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി ഞാൻ ഏഞ്ചലിക് പോർട്ടലുകളെ ആത്മാവിൽ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഭൂമിയിൽ അടിക്കുമതല്ല, സ്വർഗത്തിൽ അടിയപ്പെട്ടിരിക്കുക. നിങ്ങൾ ഭൂമിയിൽ കട്ടുന്നതല്ല, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ വിശ്വാസ കുടുംബത്തിന് വേണ്ടി ഈ പകൽ ഞാൻ ഏഞ്ചലിക് പോർട്ടലുകൾ ഈ പകൽ തുറക്കുകയാ. യാക്കോബിന്റെ മുൻപിൽ ഗോവേണി വെളിപ്പെട്ടതുപോലെ, കയറുകയും ഇറങ്ങുകയും ചെയ്തതുപോലെ ഈ പകൽ അന്തരീക്ഷങ്ങൾ മാറിട്ട് ഓരോ കുടുംബങ്ങൾക്കകത്ത് ദൂതന്മാർ ഇറങ്ങട്ട്, ഞങ്ങളുടെ ആലയങ്ങൾക്കകത്ത് ദൈവിക ദൂതന്മാർ ഇറങ്ങട്ട്, ഞങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് മുൻപടയാ പിൻപടയാ ദൈവിക ദൂതന്മാർ ഇറങ്ങട്ട്. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ, ഇതുവരെ കാണാത്ത വഴികൾ, ഇതുവരെ കാണാത്ത ചില മേഖലകൾ, ഇതുവരെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, മനുഷ്യനിറങ്ങിയാൽ മനുഷ്യൻ പൂട്ടിയ പൂട്ട് തുറക്കാനേ പറ്റൂ. ദൂതനിറങ്ങിയ ആര് പൂട്ടിയതാണേലും സ്വതവേ തുറക്കും, സ്വതവേ തുറക്കും. നീ പ്രാർത്ഥിക്കണ്ട, നീ ഉപവസിക്കണ്ട, നീ ആരാധിക്കണ്ട, നീ ദൂതന്റെ കൂടെ നടന്നാ മതി. ദൂതന്റെ കൂടെ നടന്നാ മതി. നിന്ന് പ്രസംഗിക്കണം. ഒറ്റ പദം ഞാൻ പറയാം. മോശേ, ഞാൻ നിന്റെ മുൻപാകെ ഒരു ദൂതനെ അയക്കും. ഞാൻ നിന്റെ മുൻപാകെ ഒരു ദൂതനെ അയക്കും. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിനക്കൊരു വിജയമുണ്ട്. പ്രിയരേ, കഷ്ടതയിൽ ദൈവം ഒരുവനെ വിടുവിക്കാൻ ഒന്ന് മനുഷ്യനെ അയക്കും, രണ്ട് ദൂതനെ അയക്കും. വേറൊരു മൂന്നാമത്തൊരു തലമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാ. ദൂതന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകളും ഉണ്ടാകാം. ദൂതന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. അവിടെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത വചനം പറയുന്നു, ശദ്രക് മേശക് അബേദ്നെഗോ എരിയുന്ന തീക്കുണ്ടം അവർക്ക് ചുറ്റും കൂട്ടി 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. എത്ര മടക്ക്? 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. ആമേ തകർത്തു കളയാൻ 7 മടങ്ങ് തകർത്തു കളയാൻ ശേഷിയുള്ള തീയേക്കാൾ 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. പക്ഷെ വചനം പറയുന്നു, ബാലന്മാർ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും ഇല്ലേല്, ഞങ്ങൾ ജീവിച്ചാലും ഇല്ലേല്, ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ പോകില്ല, ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ പോകില്ല, ഈ ബിംബത്തിൽ ഞങ്ങൾ മുട്ടുകുത്തില്ല, ഞങ്ങൾ നമസ്കരിക്കില്ല. അർത്ഥമെന്ത്? ഞങ്ങൾ മരിച്ചാലും ഇല്ലേലും ഞങ്ങളുടെ ശരണം ദൈവം തന്നെയോ, ദൈവം മാത്രമോ, ദൈവമല്ലാതെ വേറൊരു വ്യക്തിയില്ല. ഏഴ് മടങ്ങ് തീ വർദ്ധിപ്പിച്ചു. കൊണ്ടിടാൻ പോയവർ അതേ തീയ നശിച്ചു. ആത്മാവിൽ പ്രവചിക്കുക, നിനക്ക് തകർക്കാൻ ശ്രമിച്ചവർ, നിനക്കെതിരെ പദ്ധതിയോ തകർന്നു പോകും. നിനക്കെതിരെ സംസാരിച്ചവർ, നിനക്കെതിരെ പദ്ധതിയിട്ടവർ, നിന്റെ സഭയെ തകർക്കാൻ നോക്കിയവർ, നിന്റെ ശുശ്രൂഷയെ മുടിക്കാൻ നോക്കിയവർ, നിന്നെ പരസ്യകോലമാക്കാൻ ശ്രമിച്ചവർ, അവേ പദ്ധതിയാൽ പക്ഷെ വചനം പറയുന്നു ശദ്രക് മേശക് അബേദ്നെഗോ എരിയുന്ന തീച്ചൂളയിൽ വീണു. അവിടെ മനുഷ്യനിറങ്ങിയില്ല, അവിടെ ദൂതനിറങ്ങിയില്ല. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, ബാലന്മാർ തീയിൽ വീണപ്പോൾ 4ാമതാ
സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നു. ഈ പകൽ നിന്റെ കഷ്ടതയ്ക്കകത്ത് ദൂതന് പ്രവർത്തിക്കാൻ കഴിയാത്തത്, മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്തത്, ആർ യു റെഡി ടു റിസീവ്? ഈ പകൽ ദൈവം പ്രവചിക്കുക, ദൂതന് പ്രവർത്തിക്കാൻ കഴിയാത്തടുത്ത് എന്റെ ദൈവം ഇറങ്ങുകയോ. അത്തര വൈഡപരം ദുരവക്ഷപരം ദുരവൈഡപരം ദരവൈഡപരം ദാരീബഹരാബ റിബാരാചാരിഖബാല വൈഡമാന അത്തര വൈഡപരം ദുരവക്ഷപരം ദുരവൈഡപരകബാരീബര. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോ. ഏതോ മനുഷ്യനല്ല ഈ പകൽ നിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നത്, ഏതോ ദൂതരല്ല നിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നത്. സർവശക്തനായ ദൈവ, സർവശക്തനായ ദൈവ, സർവവ്യാപിയായ ദൈവ, സ്വയംഭൂവായ ദൈവ, ആദ്യനും അന്ത്യനുമെന്ന് പറഞ്ഞവ, ഭൂരാജാക്കൾക്ക് അധിപതിയായവ, രാജാഭി രാജാവായവ, കർത്താതി കർത്താവായവ, തന്മാത്രം അബദ്ധതയുള്ളവനെന്ന് പറഞ്ഞവ, ആൽഫയായവ, ഒമേഗയായവ, ആദ്യനും അന്ത്യനുമായവ, ഇന്ന് പകൽ ആ വിഷയത്തെ കൈകാര്യം രാജാവ് വന്നു നോക്കുമ്പോൾ തീക്കകത്ത് നാലാമതായി ഒരുവൻ കൂടെ, തീക്കകത്ത് നാലാമതായി ഒരുവൻ കൂടെ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, ഈ ജൂലൈ മാസത്തിൽ ദൈവത്തെ ശരണമാക്കിയാൽ കൂടെയുള്ളവർ, നിന്നെ തകർക്കാൻ ശ്രമിച്ചവർ, അശരീരമായി നിന്റെ കൂടെ ദൈവം ഇറങ്ങി നിൽക്കുന്നത് കാണും, 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 കാണും. എവിടെ ഒതുക്കാൻ ശ്രമിച്ചോ അതേ പട്ടണത്തിൽ ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നത് കാണും, കാണും. ഒന്ന് ചാടി എഴുന്നേറ്റാട്ടെ, ചാടി എഴുന്നേറ്റാട്ടെ. എല്ലാ കണ്ണും ദൈവം